പ്രക്ഷോഭം ശക്തമായ നേപ്പാളിൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് രമേശ് ലേഖക് രാജി പ്രഖ്യാപിച്ചത്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, ആഭ്യന്തരമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രക്ഷോഭം, ഈ കലാപം ചെറുനഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. മരണസംഖ്യ സംബന്ധിച്ച് പുറത്തു വന്നതിനപ്പുറത്തേക്ക് കണക്കുകളുണ്ട് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി വിവരങ്ങൾ വരുന്നു. ഏതെങ്കിലും തരത്തിൽ തുടർ നടപടിയിലേക്ക്, കൂടുതൽ നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ അയൽവക്കത്താണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സവിശേഷമായ ഒരു ശ്രദ്ധ ഈ മേഖലയിൽ ചെലുത്തേണ്ടിയും വരും ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ, ശ്രീജിത്ത്? വിജയകുമാർ പറഞ്ഞത് തീർച്ചയായും ശരിയാണ്. കാരണം ആദ്യം ഞാൻ നേപ്പാളിലേക്ക് പോകാം. നേപ്പാളിൽ സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാണ്. കാരണം സർക്കാർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇതൊരു ജൻസി പ്രക്ഷോഭത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു. സർക്കാരിന് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കർഫ്യൂ കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് സർക്കാരിൽ നിന്ന് വൈകിട്ട് കൊടുക്കുന്നതിന് കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് സൈന്യത്തെ രംഗത്തിറക്കി ഈ പ്രക്ഷോഭത്തെ നേരിടാൻ ശ്രമിക്കുന്നത്. ഇതൊരു യുവാക്കളുടെ പ്രക്ഷോഭത്തിനപ്പുറത്തേക്ക് എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെ പിന്തുണ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് കിട്ടിക്കഴിഞ്ഞു. ഒരു ജൻസി പ്രക്ഷോഭം എന്ന നിലയ്ക്കാണ് ഇന്ന് ആദ്യം രാവിലെ ഈ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമ്പോൾ കാര്യങ്ങൾ സർക്കാരും കണക്കാക്കിയിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ, ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 12 വയസ്സുള്ള ഒരു കുട്ടി കൂടി ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാ അർത്ഥത്തിലുള്ള ജനങ്ങളും ഈ പ്രക്ഷോഭത്തിനൊപ്പം ചേരുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അത് വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സർക്കാർ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ആ ആശയക്കുഴപ്പത്തിൻ്റെ ഫലമെന്നോണമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അവിടെ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അടിയന്തര മന്ത്രിസഭാ യോഗം വിളിക്കുമ്പോൾ ആ മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹം രാജി പ്രഖ്യാപനം നടത്തുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഇത് കേവലം 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ റദ്ദാക്കി അല്ലെങ്കിൽ അതിന് നിരോധനം ഏർപ്പെടുത്തി എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ 26-നപ്പുറത്തേക്ക് വലിയ രൂപത്തിൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചെറുപ്പക്കാർ തന്നെ, നേപ്പാളിലെ യുവാക്കൾ തന്നെ സർക്കാരിനെതിരെ വലിയ രൂപത്തിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന രൂപത്തിലാണ് നേപ്പാളിൽ വലിയ രൂപത്തിൽ പ്രചാരണം ഉണ്ടായത്. ആ പ്രചാരണമാണ് യുവാക്കളെ ഒന്നടങ്കം സർക്കാരിനെതിരായ പ്രക്ഷോഭത്തിലേക്ക്, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നൽകാൻ എന്തുകൊണ്ട് സർക്കാർ അനുവദിക്കുന്നില്ല? സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ആ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാതെ മറ്റ് മാർഗ്ഗമില്ല. അതെന്തിനാണ് നിങ്ങൾ നിരോധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ആ പ്രക്ഷോഭത്തിന് വലിയ ബഹുജന പിന്തുണ ഇപ്പോൾ നേപ്പാളിൽ ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തെ ഇനി അടിച്ചമർത്താൻ സർക്കാരിന് മാർഗ്ഗമില്ല. ഒന്നുകിൽ സർക്കാർ രാജിവെച്ചൊഴിയുക, അല്ലെങ്കിൽ വലിയ രൂപത്തിൽ ഇതൊരു കലാപമായി മാറി നേരത്തെ വിജയകുമാർ തന്നെ സൂചിപ്പിച്ചതുപോലെ മരണസംഖ്യ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. രണ്ടാമത്തെ കാര്യം ഇന്ത്യയെ സംബന്ധിച്ചാണ്. ഇന്ത്യ ഇപ്പോൾ തന്നെ അതിർത്തിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാരണം പ്രക്ഷോഭം രൂക്ഷമാവുകയാണെങ്കിൽ സ്വാഭാവികമായും നേപ്പാളിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളൊന്ന് ഇന്ത്യയാണ്. എല്ലാ കാലത്തും ഇന്ത്യ നേപ്പാളിന് അഭയം നൽകിയ രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വാഭാവികമായും വളരെ വേഗം നേപ്പാളിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരും. അതൊരു പക്ഷേ ഒരു അനധികൃത കുടിയേറ്റത്തിലേക്ക് പോകുമോ എന്ന്, അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര കലാപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ നാളെ ആകുമ്പോഴേക്കും ഇത് കലാപം വലിയ രൂപത്തിലേക്ക് മാറും. ഈ ചെറുപ്പക്കാരുടെ കലാപം എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ രൂപത്തിൽ ബഹുജന പ്രക്ഷോഭമായി മാറി സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭമായി മാറുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സർക്കാരിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. അങ്ങനെ രണ്ടർത്ഥത്തിൽ നേപ്പാളിലെ ആഭ്യന്തര കലാപം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയെ സംബന്ധിച്ചും ഇത് വലിയ ഗൗരവകരമായി കാണേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതിർത്തിയിൽ വലിയ ജാഗ്രത വേണമെന്ന് ഇന്ത്യൻ സർക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും KP ശർമ്മ ഒലി സർക്കാർ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ നേപ്പാളിൽ പോകുന്നത്. അങ്ങനെയാണ് ജൻസി പ്രക്ഷോഭത്തിന്റെ ഒരു നിലവിലെ സ്ഥിതി. വിജയകുമാർ, ഇതിൽ നേപ്പാൾ സർക്കാരിന്റെ വിശദീകരണം എങ്ങനെയാണ്? ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, എക്സ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ 26 സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കാണ് അവിടുത്തെ KP ശർമ്മ ഒലി സർക്കാർ വിലക്കേർപ്പെടുത്തിയത്. ഇത് പ്രതിഷേധം ശക്തമായതോടെ ഇപ്പോൾ ആ പ്രക്ഷോഭം ചെറുനഗരങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് വ്യാഴാഴ്ച മുതലാണ് അവിടെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വിലക്കിയത്. നേപ്പാൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മന്ത്രാലയത്തിൻ്റെ അതിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം എന്ന ഉത്തരവ് ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ പാലിച്ചില്ല. അതുകൊണ്ട് അവരെ വിലക്കാൻ തീരുമാനിച്ചു. അതിനപ്പുറം മറ്റു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് നേപ്പാൾ സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ വിശദീകരണം അവിടുത്തെ ചെറുപ്പക്കാർ, യുവാക്കൾ തള്ളുകയാണ്. സർക്കാരിനെതിരായ വിമർശനങ്ങൾ വിലക്കുന്നതിനുള്ള സർക്കാരിൻ്റെ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും
ആ പ്രക്ഷോഭം വ്യാപിക്കുന്നുണ്ട് ചെറു നഗരങ്ങളിലേക്ക്. എന്തായിരിക്കും അവിടുത്തെ നീക്കം? സർക്കാർ അപ്പാടെ രാജിവെച്ചൊഴിയേണ്ടി വരുമോ? തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമോ എന്നത് നോക്കേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം, ഇന്ത്യയുമായി അടുപ്പമുള്ള ഒരു രാജ്യം, സൗഹൃദത്തിൽ ഇരിക്കുന്ന രാജ്യം. അവിടെ എന്ത് നടന്നാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ വിദേശകാര്യ മന്ത്രാലയം അവിടുത്തെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.